ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ കേട്ടോ അങ്ങനെ യൂട്യൂബിൽ ആക്റ്റീവായിട്ട്. അതിന് മുമ്പൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിലും എനിക്ക് ആകെ 118 വ്യൂസ് അങ്ങനെയുള്ള വ്യൂസൊക്കെയാണ് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആക്റ്റീവ് ആയതിന് ശേഷം എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടുന്നുണ്ട് കേട്ടോ. മാത്രമല്ല എനിക്കിപ്പോൾ 500 എബോ സബ്സ്ക്രൈബേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരുപാട് പേർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാനിന്നൊരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചെറിയ സേമിയം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ സേമിയമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിതിനെ മാറ്റി ഒരു പാത്രത്തിലോട്ട് അതിന് ശേഷം ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം മാത്രം കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി അതേ സോസ് പാനിലോട്ട് ഒരു 1/2 കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് കാരമലൈസായി വരുന്നത് വരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണേ. അതിനുവേണ്ടി അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ, കുറച്ച് മാത്രം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാരമലൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇനി ഇതിലോട്ട് കുറച്ച് മാത്രം കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ മാത്രമാണ് കേട്ടോ, ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ പാൽ ആവശ്യം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ അതിൽ കാണുന്ന ആ കട്ടയൊക്കെ അങ്ങനെ നിൽക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് തിളച്ച് മിക്സായി വരുമ്പോഴത്തേക്കും ആ കട്ടയൊക്കെ നന്നായി ഉടഞ്ഞു കിട്ടിക്കോളൂ കേട്ടോ. ഇങ്ങനെ കാരമലൈസ് ആക്കിയിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പായസത്തിന്. ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കാടമം, അതായത് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടുക്കൻ തന്നെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.